ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പ്രതാപവർമ്മയുടെ വീട്ടിലേക്ക് സനികയെ വിവാഹം കഴിക്കാനായി എത്തിയ ആ ചെറുക്കനും വീട്ടുകാരും കൂടി എത്തുന്നു. അവർക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന ആ ഫയൽ അത് രാജുവിനോട് എടുത്തോണ്ട് വരാൻ പ്രതാപൻ അറിയിച്ചു. ശരി സർ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രാജു അത് എടുക്കാനായി പോയി. ഈ സമയത്ത് പ്രതാപൻ പറഞ്ഞു, അതെ, വിവാഹത്തിന് ഒരു കുറവും വരുത്തില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ രാജുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഞാനില്ലെങ്കിൽ പോലും വിവാഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല, അതെനിക്ക് തീർച്ചയാണ് എന്ന് പറഞ്ഞ് പ്രതാപൻ രാജുവിനെ പുകഴ്ത്തുന്നു കേട്ടു നിൽക്കുന്ന ദീപക് ഉടനെ തന്നെ തന്റെ അമ്മ അംബികയോട് പറഞ്ഞു, അമ്മേ, അവനിപ്പോ പോയിട്ടുണ്ടല്ലോ ഫയൽ എടുക്കാനായിട്ട്. ആ ഫയല് അവന് കിട്ടാൻ പോകുന്നില്ല. ഇന്നത്തോടെ അവന് ഈ വീട്ടിലുള്ള എല്ലാ സ്ഥാനവും ഇല്ലാതാകും. നോക്കിക്കോ, അമ്മാവൻ അവനെ ഇവിടെ നിന്ന് അടിച്ചിറക്കും എന്നെല്ലാം ദീപക് അംബികയോട് പറഞ്ഞു. അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അംബിക ചോദിച്ചു, എന്താണ് നീ ചെയ്തത്? അപ്പോഴേക്കും ദീപക് കഴിഞ്ഞ ദിവസം രാജു എടുത്തു വെച്ച ആ ഫയൽ അത് താൻ അവിടെ നിന്ന് എടുത്തു മാറ്റി എന്നുള്ള വിവരം രാജുവിന്റെ അറിയില്ല എന്നുള്ള കാര്യവും ദീപക് അംബികയോട് പറയുന്നു. രാജു ചെന്ന് അലമാര തുറന്നു നോക്കിയതും അതിൽ ഫയൽ കാണാതായതോടെ ആകെ നിരാശയോടെ വേഗം പ്രതാപ് വർമ്മയുടെ അരികിലേക്ക് എത്തി പറഞ്ഞു, സർ, ആ ഫയൽ കാണുന്നില്ല. അത് കേട്ടതും പ്രതാപ് വർമ്മ ചോദിച്ചു, ഫയൽ കാണുന്നില്ലെന്നോ? നീ ശരിക്കും നോക്കിയോ? ചെന്ന് ഒന്നുകൂടി നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോ വർമ്മയോട് രാജു പറഞ്ഞു, ഞാൻ നോക്കി സർ, ഞാൻ വെച്ച സ്ഥലത്ത് അത് കാണുന്നില്ല, ഞാൻ എന്തായാലും ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ സർ എന്ന് പറഞ്ഞപ്പോ ഉടനെ അത് കേട്ടെന്ന് ദീപക് പറഞ്ഞു, കണ്ടില്ലേ അമ്മാവ, യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അവന്, അവൻ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അമ്മാവൻ ഒരു കാര്യം ചെയ്യ്, ആ ഫയൽ എന്താ ഉള്ളതെന്ന് അമ്മാവൻ എന്നോട് പറ, അതുപോലെ ഒരു ഫയൽ ഞാൻ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞത് കേട്ട് ഉടനെ തന്നെ പ്രതാപൻ പറഞ്ഞു, ഇത് തന്നെയാടാ നീ രാജ്യം തമ്മിലുള്ള വ്യത്യാസം. നിന്നോട് ഞാൻ എന്താ പറയുന്നത്, ആ ഫയല് ഞാൻ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. സാനിയയ്ക്ക് വേണ്ടിയുള്ള ഞാൻ കരുതി വെച്ചിരിക്കുന്നതായിരുന്നു ആ ഫയലുള്ള കാര്യങ്ങൾ. അത് ഞാൻ ഇവരെ ഏൽപ്പിക്കാൻ വെച്ചിരുന്നതാണ്. എന്നാലും ഈ സാനിയയുടെ ഈ പയ്യന് വേണ്ടി ഞാൻ റെഡിയാക്കിയ ആ ഫയലാണ് ഇപ്പൊ മിസ്സിംഗ് ആയിരിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത് ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ അംബിക ആകെ ദേഷ്യത്തോടെ ദീപകിനോട് ചോദിച്ചു, എടാ, സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ചാണോ നീ കളിച്ചത്? നീ സാനിയയ്ക്ക് ഉണ്ടാകേണ്ടിയിരുന്ന നല്ലൊരു ജീവിതമാണല്ലോടാ നീ ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ ദീപക് പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ, ആ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദീപക് ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ഉടനെ സാനി വിവാഹം കഴിക്കാനെത്തിയ ആ പയ്യന്റെ വീട്ടുകാർ ചോദിച്ചു, അല്ല പ്രതാപവർമ്മ, വിവാഹാലോചന തുടങ്ങിയപ്പോൾ മുതൽ ഇതുപോലെ ഓരോ പ്രശ്നങ്ങളാണല്ലോ, എന്തെങ്കിലും കുഴപ്പം കാണുമോ ഈ ബന്ധത്തിന് എന്ന് ചോദിച്ചപ്പോ, ഇനി ഇത് നമുക്കങ്ങ് വേണ്ടെന്ന് വെച്ചാലോ എന്ന് ചോദിച്ച ആ നിമിഷം ഉടനെ രാജു എന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട സാർ, ദാ ഫയൽ കിട്ടി എന്ന് പറഞ്ഞ് ഫയലുമായി വേഗം വർമ്മയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് ആ ഫയൽ രാജു വർമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അല്ല, ഇത് എവിടെ നിന്ന് കിട്ടി രാജു ഇത് എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു, അത് പിന്നെ ഞാൻ വെച്ച സ്ഥലം ഓർത്തിരുന്നില്ല, അതുകൊണ്ട് ആദ്യം കിട്ടാതെ പോയത്, ഇപ്പോ ഞാൻ കണ്ടെത്തിയതാണ് സർ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ഫയൽ ആ ചെറുക്കന്റെ അച്ഛന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പ്രതാപവർമ്മ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ വിവാഹത്തിന് എന്ന് ചോദിച്ചിട്ടും, ഇല്ല സർ, ഇനിയിപ്പോ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കൃത്യമുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് മടങ്ങി. അവർ പോയി കഴിയുമ്പോഴേക്കും രാജുവിനോട് പ്രതാപവർമ്മ പറഞ്ഞു, നിന്റെ ഈ ഒരു തീരുമാനമാണ് എനിക്ക് നിന്നിലുള്ള വിശ്വാസം ഉറപ്പിച്ചത്. അല്ല, നീ എല്ലാ വിവാഹത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചതും, ഏകദേശം എല്ലാം പൂർത്തിയായി സാർ, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടിയുള്ളൂ, അത് ഞാൻ ഇപ്പോൾ തന്നെ പോവാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ഇത് കണ്ട പ്രതാപവർമ്മ അംബിയോട് പറഞ്ഞു, കണ്ടില്ലേ, ഇതാണ് രാജുവിനെ എനിക്ക് ഇഷ്ടമാകാനുള്ള കാരണം. അവൻ എന്ത് ചെയ്താലും അതിന് അവൻ മാപ്പും പറയും എന്ന് പറഞ്ഞു. അവന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് രാജു പോകുന്നതിന് മുമ്പ് പ്രതാപവർമ്മയോട് സോറി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോയത്. അത് കണ്ടതോടെയാണ് പ്രതാപവർമ്മ രാജുവിനെ കുറിച്ച് ദീപകിന്റെ മുന്നിൽ പുകഴ്ത്തി പറഞ്ഞത്. രാജുവിന്റെ ഈ സ്വഭാവമാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ദീപക് പറഞ്ഞു, അമ്മാവ, ഞാനും തെറ്റുകൾ ചെയ്താൽ സോറി പറയും അമ്മാവ എന്ന് പറഞ്ഞതും, നിന്റെ ഇത്തരം സ്വഭാവങ്ങളാണ് എനിക്കിഷ്ടമില്ലാത്തതും എന്ന് പറഞ്ഞ് നിനക്ക് ഇനിയും രാജുവിനെ പോലെയാകാൻ ഒത്തിരി മാറേണ്ടി വരുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രതാപവർമ്മ പോയി. അപ്പോഴാണ് ഋതികയുടെ അരികിലേക്ക് എത്തി രാജു ഋതികയോട് നന്ദി പറഞ്ഞു. താങ്ക് യു മാഡം, മേഡം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ആകെ വിഷമിച്ചു പോയേനെ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രാജുവിനോട് ഋതിക പറഞ്ഞു, അതൊക്കെ ഇരിക്കട്ടെ, അച്ഛന് സന്തോഷമായല്ലോ അല്ലേ? അല്ല, എവിടുന്നാ മേഡത്തിന് ഫയൽ കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ ഋതിക പറഞ്ഞു, ഞാനേ തോട്ടത്തിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു, അപ്പോഴാണ് ആകാശത്ത് നിന്ന് ഓരോ പേപ്പറുകൾ ഇങ്ങനെ പറന്നു വന്നത്. അതിൽ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ എല്ലാ പേപ്പറിലും സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലാണെന്ന്. അതുകൊണ്ട് ഞാൻ അതെല്ലാം പെറുക്കിയെടുത്ത് വെച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ നിന്നുള്ള ആരോ ആണ് അതെടുത്ത് കളഞ്ഞത്, അത് ആരായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഋതിക പറഞ്ഞു, അതാരാണെങ്കിലും ശരി, നമ്മൾ അവരെ സൂക്ഷിക്കണം, കാരണം അവർ ഒരിക്കലും നമ്മുടെ മിത്രമല്ല, ശത്രുവാണ്, ശത്രു എന്ന് പറഞ്ഞ് ഋതിക പോകുമ്പോൾ രാജു അത് തന്നെയാണെന്ന് ശരിവെച്ചു. അങ്ങനെ തലകുലുക്കി രാജു അവിടെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ദീപക് എത്തിയത്. ദീപക് വന്ന് ചോദിച്ചു, എന്താ രാജു ഇവിടെ കാര്യം? അപ്പോഴേക്കും രാജു പറഞ്ഞു, ഞാൻ മേഡത്തെ കാണാൻ വന്നതാണ്. മേഡത്തെ കാണാനോ? ഈ ബെഡ്റൂമിൽ എന്താ നിന്റെ ആവശ്യമെന്നാ ഞാൻ ചോദിച്ചത്.
മേഡത്തെ കാണാൻ ബെഡ്റൂമിൽ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ രാജു പറഞ്ഞു, അതല്ല സാർ, ആ ഫയൽ മിസ്സിംഗ് ആയതിന്റെ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. ഫയൽ മിസ്സിംഗ് ആയത് വെറുതെ അല്ല എന്ന് എനിക്ക് ഉറപ്പായി. അതിന് പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ആരോ അത് മനഃപൂർവ്വം മാറ്റിവെച്ചതാണ്. അത് ആരാണെന്ന് കണ്ടെത്തിയേ തീരൂ. അത് കണ്ടെത്തുക തന്നെ ചെയ്യും ഞാൻ എന്ന് പറഞ്ഞ് രാജു പോകുമ്പോൾ ദീപക് ആകെ ടെൻഷനിലായി. അംബിക ദീപകിനരികിലേക്ക് എത്തിയതും ദീപകിനോട് അംബിക ചോദിച്ചു, എന്താ അവൻ പറഞ്ഞത്? അപ്പോഴേക്കും ദീപക് പറഞ്ഞു, വെറുതെ അവൻ എന്നെ വിരട്ടിയതാണ് അമ്മേ. അവൻ പറഞ്ഞത് ആ ഫയൽ എങ്ങനെ മാറിയെന്ന് കണ്ടെത്തുമെന്നാണ്. അതൊക്കെ അവൻ എന്നെ വിരട്ടാനും വെറുതെ പറഞ്ഞതല്ലേ, എനിക്കറിഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോ അംബിക പറഞ്ഞു, നീ അങ്ങനെ നിസ്സാരമായി അവനെ കാണണ്ട. രാജുവാണ് ആള്, അത് മറക്കണ്ട. ഇത്രയും ആളുകൾക്കിടയിൽ, ഇത്രയും വലിയൊരു മന്ത്രിസഭയിലെ പവർഫുൾ ആയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ PA ആണ് അവൻ. അത്ര നിസ്സാരക്കാരനല്ല എന്ന കാര്യം മറക്കണ്ട. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അവനെ സൂക്ഷിക്കണം. പക്ഷേ അവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചിന്ത വരാതെ, ശ്രദ്ധ വരാതിരിക്കണമെങ്കിൽ അവനെ ആകെ തളർത്തണം. അവനെ ഈ വീട്ടിൽ നിന്ന് അവൻ തന്നെ സ്വയം ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവനോട് ഉണ്ടാകണം. അങ്ങനെ അവൻ മനസ്സുമെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ അതുപോലെ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ഈ വീട്ടിൽ നിന്നുണ്ടാകണം. എന്നാൽ മാത്രമേ അവൻ സ്വയം ഇവിടെ നിന്ന് ഇറങ്ങും. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അവൻ ജീവന തുല്യം സ്നേഹിക്കുന്നത് അവന്റെ കുടുംബത്തെയാണ്. അവർക്ക് അപമാനമുണ്ടാകുന്ന കാര്യമുണ്ടായാൽ തീർച്ചയായിട്ടും അവൻ ഈ വീട് വിട്ട് സ്വയം ഇറങ്ങിപ്പോവും. അതിനുവേണ്ട കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് അംബിക അങ്ങനെ നിൽക്കുമ്പോൾ രമ്യ രാജുവിന്റെ വരവും കാത്തു നിൽക്കുകയാണ്. രമ്യയുടെ അരികിലേക്ക് അച്ഛനും അമ്മയും എത്തിയിട്ട് ചോദിച്ചു, എന്താ മണി നീ ഇവിടെ നിൽക്കുന്നത്? കേക്ക് കട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രമ്യ പറഞ്ഞു, രാജു വരട്ടമ്മേ, രാജു ഇപ്പൊ എത്തും. അപ്പോഴേക്കും രാജുവിനെ നോക്കി ഇങ്ങനെ നിന്നിട്ട് കാര്യമുണ്ട്, അവൻ ഇനി എന്തെല്ലാം ജോലികൾ കാണും, അവൻ എപ്പോ എത്തുമെന്ന് പറഞ്ഞ എന്ന് രമ്യയുടെ അമ്മ ബഹളം വെച്ചതും രാജു അവിടേക്ക് വരുന്നത് രമ്യയുടെ അച്ഛൻ കണ്ടു. ദാ രാജു വന്നല്ലോ എന്ന് പറഞ്ഞതും ഉടനെ തന്നെ രമ്യ ഒത്തിരി സന്തോഷവതിയായി. രാജുവിനോട് രമ്യയുടെ അച്ഛൻ ചോദിച്ചു, ഇതെന്തൊരു സ്നേഹമാ, എത്ര നേരമായെന്നറിയോ ഇവൾ കാത്തിരിക്കുന്നത്. രാജു വരാതെ കേക്ക് കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. രാജു വന്നതോടെ രമ്യക്ക് ഒത്തിരി സന്തോഷമായി. രാജു എത്തിയല്ലോ, എന്തായാലും ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്നത് രാജുവാണ് എന്ന് പറഞ്ഞപ്പോ രാജു ചോദിച്ചു, അല്ല ഇന്നത്തെ ബർത്ത്ഡേ രമ്യയുടേതല്ലേ, അപ്പോൾ ഞാൻ എന്തിനാ കട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചതും രമ്യ പറഞ്ഞു, അത് ഇപ്പോഴത്തെ ഫാഷൻ. ബർത്ത്ഡേക്കാരിയല്ല കേക്ക് കട്ട് ചെയ്യുന്നത്, ബർത്ത്ഡേക്കാരിയുടെ പ്രിയപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഫംഗ്ഷനിലെ എന്റെ ചീഫ് ഗസ്റ്റ് രാജുവാണ്. രാജു തന്നെ വേണം കേക്ക് കട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് രാജുവിനോട് സംസാരിച്ചുകൊണ്ട് രമ്യ നിന്നു. അപ്പോഴേക്കും രാജു ആകെ അതിശയത്തോടെ നോക്കുകയാണ്. രാജു ആകെ ടെൻഷൻ അടിച്ച് കേക്ക് കട്ട് ചെയ്യാനായി ചെന്നു. ഉടനെ തന്നെ രമ്യ രാജുവിനോടൊപ്പം കേക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ രമ്യ പറഞ്ഞു, രാജു ഒന്ന് വന്നേ, എനിക്ക് രാജുവിനോടൊരു കാര്യം പറയാനുണ്ട്. ആരും കേൾക്കേണ്ട കാര്യമല്ല, നമ്മൾ തമ്മിൽ മാത്രം പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ് രാജുവിനെ വിളിച്ചുകൊണ്ട് രമ്യ മാറി. ഇത് കണ്ടതോടെ രാജു പറഞ്ഞു, എന്താണെങ്കിലും വേഗം പറ രമ്യ, എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. അവിടെ സാറിന്റെ അടുത്ത് പോകണം. വർമ്മ സാറിന്റെ വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഞാനാണ് അതിന്റെ എല്ലാം മേൽനോട്ടവും. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞതും രമ്യ പറഞ്ഞു, ഇന്ന് ഞാൻ രാജുവിനെ വിടുകയല്ല, രാജു ഇന്ന് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അത് കേട്ടതും രാജു പറഞ്ഞു, അങ്ങനെയൊന്നും സാധിക്കില്ല. അല്ല രമ്യ എന്താ പറയാൻ വന്നത് എന്ന് ചോദിച്ചതും രമ്യ വേഗം തന്റെ കയ്യിലിരുന്ന ആ ഗിഫ്റ്റ് ബോക്സ് രാജുവിന് നേരെ നീട്ടി. ഇതെന്താ എന്ന് രാജു അന്വേഷിച്ചതും ഇത് തുറന്നു നോക്ക് എന്ന് രാജുവിനോട് രമ്യ പറഞ്ഞു. രമ്യ തനിക്ക് നേരെ നീട്ടിയ ഗിഫ്റ്റ് വാങ്ങിക്കാൻ മടി കാണിച്ച് രാജു അങ്ങനെ നീട്ടി ചോദിച്ചു, ഇന്ന് ബർത്ത്ഡേ രമ്യയുടേതല്ലേ, അപ്പൊ രമ്യക്ക് വേണ്ട ഗിഫ്റ്റ് തരാൻ എന്ന് ചോദിച്ചതും രാജുവിന്റെ ചോദ്യം കേട്ട് രമ്യ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയല്ല, ചീഫ് ഗസ്റ്റിനാണ് ഇതുപോലെയുള്ള ഗിഫ്റ്റുകൾ കൊടുക്കുന്നത്. എന്തായാലും രാജു ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു. അവസാനം രാജു അത് വാങ്ങിച്ചപ്പോൾ രാജു പറഞ്ഞു, അതെ ഞാനും ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഇതുപോലെയൊന്നും അല്ല, ഇതാണെന്ന് പറഞ്ഞു തന്റെ കയ്യിലിരുന്ന ആ നോട്ട് രമ്യക്ക് നേരെ നീട്ടി. രമ്യ അത് കണ്ടതും ആകെ അതിശയത്തോടെ നോക്കുമ്പോൾ രമ്യയോട് രാജു പറഞ്ഞു, അല്ല ലക്ഷ്മിക്ക് വേണ്ടി രാജു തന്റെ കയ്യിലിരുന്ന ആ നോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അതെ രമ്യ കഴിഞ്ഞ ദിവസം രാധയ്ക്ക് വേണ്ടി പണം ചെലവാക്കിയില്ലേ, അതാണ് അന്ന് അബദ്ധവശാൽ സംഭവിച്ചതല്ലേ. പ്രിയയ്ക്ക് ആ പണം അത്യാവശ്യമായിരുന്നപ്പോ അത് കൊടുക്കേണ്ടി വന്നില്ലേ, അതിനുള്ളതാണിത്, ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോ ഉടനെ രമ്യ പറഞ്ഞു, അയ്യോ ഞാനത് കടവായിട്ട് തന്നതല്ല എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു, അത് വേണ്ട. എന്തായാലും അപ്പോഴത്തെ സാഹചര്യത്തിൽ രമ്യ ചെയ്ത വലിയൊരു ഉപകാരം തന്നെയാണ്. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഇങ്ങനെ മാറ്റിമറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ രാജുവിനോട് പറഞ്ഞു, അയ്യോ നമ്മുടെ വീടുകൾ തമ്മിൽ ഞാൻ അങ്ങനെ രണ്ടായിട്ട് കണ്ടിട്ടില്ല, അതും എന്റെ വീട് തന്നെയായിട്ടാണ് ഞാൻ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ രണ്ടും രണ്ടു തന്നെയാണല്ലോ എന്ന് ചോദിച്ചപ്പോ രാജുവിനോട് രമ്യ നാണത്തോടെ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നമ്മൾ രണ്ടാണെങ്കിലും നമ്മൾ ഒന്നായി തീരേണ്ടവരാണല്ലോ എന്നൊക്കെ രമ്യ പറയുമ്പോൾ രാജു അതിശയപ്പെട്ടങ്ങനെ നോക്കി. അപ്പോഴേക്കും രാജു പറഞ്ഞു, അതെ എനിക്ക് പോണം, അത്യാവശ്യമാണ്, എനിക്ക് അവിടുത്തെ തിരക്കുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ രമ്യ പറഞ്ഞു, അയ്യോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോകാനോ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും രാജു പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ടേ പോകൂ, കഴിക്കണല്ലോ എന്നൊക്കെ
എന്നൊക്കെ രാജു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രമ്യ പറഞ്ഞു, അതെ രാജുവിന് ഞാൻ തന്ന ഗിഫ്റ്റ് നോക്കിയില്ലല്ലോ, അതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞപ്പോൾ രാജു പറഞ്ഞു, ഏയ് അത് വേണ്ട. ഇത് വീട്ടിൽ പോയി നോക്കിയാ പോരെ എന്ന് ചോദിച്ചതും രമ്യ പറഞ്ഞു, അല്ല ഇപ്പൊ തന്നെ രാജു നോക്കണം. രാജു അത് കാണുന്നത് എനിക്ക് കാണാനാണ് എന്ന് പറഞ്ഞപ്പോൾ രാജു അത് തുറന്നു നോക്കി. അതിലൊരു മോതിരം ഇരിക്കുന്നത് കണ്ടതും രാജു ചോദിച്ചു, ഇതാണോ എനിക്ക് എന്ന് ചോദിച്ചതും, അതെ ഇത് രാജുവിനുള്ള ഗിഫ്റ്റാ, ഞാൻ രാജുവിന് വേണ്ടി വാങ്ങിയതാ, അതൊന്ന് ഇട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞു. രാജു അത് മോതിരം ഇടാൻ മടി കാണിച്ചിരിക്കുമ്പോൾ രമ്യ പറഞ്ഞു, ഇങ്ങിതാ ഞാൻ ഇട്ട് നോക്കാം എന്ന് പറഞ്ഞു രമ്യ ആ മോതിരം വാങ്ങിച്ചിടാൻ തുടങ്ങിയതും രാജു പറഞ്ഞു, വേണ്ട ഞാൻ തന്നെ ഇട്ടോളാം. അങ്ങനെ രാജു തന്റെ കയ്യിൽ ആ മോതിരം ഇട്ടു. ഉടനെ തന്നെ രാജുവിന്റെ കയ്യിൽ ആ മോതിരം കിടക്കുന്നത് കണ്ട് രമ്യ ആ കൈ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, ഞാൻ അളവ് പോലും നോക്കാതെ വാങ്ങിച്ചതല്ലേ, പക്ഷെ കൃത്യ അളവായിരുന്നു, രാജുവിന്റെ കൈ ചേർന്നല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു രാജുവിന്റെ കയ്യിലേക്ക് നോക്കി ആ കയ്യിൽ അങ്ങനെ മുറുകെ പിടിച്ച് രമ്യ നോക്കുമ്പോൾ രാജു, എനിക്ക് രാജുവിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞ് രമ്യ പറയാൻ തുടങ്ങിയതും പെട്ടെന്ന് രമ്യയുടെ അച്ഛൻ അവിടേക്ക് എത്തി. അതെ വന്നേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, വേഗം വാ, ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കുന്നു, നിങ്ങളൂടെ വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കായിരുന്നു എന്ന് പറഞ്ഞതും വേഗം രാജു പറഞ്ഞു, അതെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ബാക്കി കാര്യം പറയാം എന്ന് പറഞ്ഞ് രാജു പോകാൻ തുടങ്ങിയപ്പോൾ രമ്യ പറഞ്ഞു, അയ്യോ രാജു ഞാൻ പറയാനുള്ള പറഞ്ഞു തീർന്നില്ല, അതൊക്കെ നമുക്ക് പിന്നെ പറയാം, സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് രാജു വേഗം ഭക്ഷണം കഴിക്കാനായി പോകുന്നു. പിറ്റേന്ന് രാവിലെ ഓഡിറ്റോറിയത്തിലെ വിവാഹത്തിന് ആളുകളെല്ലാം വന്നുകൊണ്ടിരുന്നു. വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ് അംബിക തന്റെ ഗസ്റ്റുകളെല്ലാം സ്വീകരിക്കുന്നതിനിടയിൽ ഭർത്താവിനോട് പറഞ്ഞു, കണ്ടില്ലേ നമ്മൾ ക്ഷണിച്ചവരെല്ലാവരും എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതും, അത് പിന്നെ എത്താതിരിക്കില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞു. അതെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം നീയാണ് പ്രതാപ എന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേച്ചി, നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യം അത് തന്നെ എന്ന് പറഞ്ഞ് അവർ ചെയ്തു വെച്ച നല്ല പ്രവൃത്തികൾ എന്നൊക്കെ പ്രതാപൻ സംസാരിച്ചു. അപ്പോഴേക്കും അവിടേക്ക് പ്രതാപന്റെ അളിയനും എത്തി. എന്നിട്ട് പറഞ്ഞു, അതെ പാർക്കിംഗ് സിസ്റ്റം ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, എന്തായാലും രാജുവിന്റെ എല്ലാ കാര്യത്തിലുമുള്ള രാജുവിന്റെ മേൽനോട്ടം പറയാതിരിക്കാൻ വയ്യ, ഇതേപോലെ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആകുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രതാപൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെയാ ഞാൻ രാജുവിന് ഇത് ഏൽപ്പിച്ചത്, രാജുവിന് എല്ലാം വേണ്ട പോലെ ചെയ്യാൻ അറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജു അവിടെ വന്ന ഗസ്റ്റുകളെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവിടെ എത്തി. അതിനിടയിൽ വേണ്ട കാര്യങ്ങൾക്കൊക്കെ ലിസ്റ്റ് റെഡിയാക്കി രാജു അതുവഴി പോകുമ്പോഴാണ് രാജുവും ഋതികയും കൂടി നേരെ മണ്ഡപത്തിന് മുന്നിലെത്തി രണ്ടുപേരും കൂട്ടിയിടിക്കുന്നു. രണ്ടുപേരുടെയും കയ്യിലിരുന്ന നോട്ട്സുകൾ താഴേക്ക് പോകുന്നു. രണ്ടുപേരും കൂട്ടിയിടിച്ച് ആ ഞെട്ടലോടെ നിൽക്കുമ്പോൾ, ഇത് എവിടെ നോക്കിയ രാജു എന്ന് ചോദിച്ചു. സോറി മാഡം, സോറി എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ നോട്ടുകൾ കയ്യിലെടുത്തു. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാജു പറഞ്ഞു, അല്ല ഇതെന്താ നോട്ട് എടുത്തോണ്ടിരിക്കുന്നത്, അതെ എനിക്കിവിടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എൻ്റെ അമ്മായിയുടെ മകളുടെ വിവാഹം അല്ലേ അതുകൊണ്ട് എന്ന് പറഞ്ഞു. എന്നാലേ എനിക്ക് ഇവിടെ മേൽനോട്ടം എനിക്കാണല്ലോ വിവാഹത്തിന്റെ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യണ്ടേ, അതാ ഞാൻ ഇതുമായിട്ട് നടക്കുന്നതെന്ന് രാജു അറിയിച്ചു. അപ്പോഴേക്കും ഋതിക പറഞ്ഞു, എന്തായാലും കൊള്ളാം, അല്ല രാജുവിന്റെ കയ്യിലിരിക്കുന്ന നോട്ട് മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പരസ്പരം നോട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതുവഴി എത്തിയ ഋതികയുടെ ഒരു കൂട്ടുകാരി ചോദിച്ചു, നല്ല ഋതികെ, നീ ഇത്തവണ പരീക്ഷയ്ക്ക് ജയിക്കുവോ, നീ പഠിത്തത്തിൽ ഭയങ്കര പുറകോട്ടാണെന്നാണല്ലോ നിന്റെ അമ്മായി പറഞ്ഞത് എന്ന് പറഞ്ഞു. അതെ അമ്മായിയുടെ മോളാ അത് എന്ന് പറഞ്ഞ് ഋതിക ദേഷ്യപ്പെട്ടു. അപ്പോഴാണ് നോട്ട് മാറിപ്പോയ വിവരം ഋതിക മനസ്സിലാക്കിയത്. ഋതിക രാജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, രാജു നമ്മുടെ നോട്ടുകൾ മാറിപ്പോയെന്ന് പറഞ്ഞ് ഋതികയുടെ കയ്യിലേക്ക് നോട്ട് കൊടുക്കുന്നു. രാജുവിന്റെ കയ്യിലേക്ക് തന്റെ നോട്ട് ഋതിക കൊടുക്കുമ്പോൾ രാജുവിന്റെ കയ്യിലെ മോതിരം ശ്രദ്ധിച്ചു. അല്ല ഇതെന്താ പുതിയ മോതിരമാണോ കൈ കിടക്കുന്നത് എന്ന് ഋതിക അന്വേഷിച്ചു. രാജു പറഞ്ഞു, പുതിയതൊന്നും അല്ലെന്നേ, അച്ഛൻ എന്തോ പൂജിച്ചോ മറ്റോ എന്റെ കയ്യിലിട്ട് തന്നാ, എനിക്കെന്തോ ദോഷങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ്. അത്തരം കാര്യങ്ങളിലൊക്കെ രാജുവിന് വലിയ വിശ്വാസമാണോ എന്ന് ചോദിച്ചതും, അച്ഛന്റെയും അമ്മയുടെയും വിശ്വാസമല്ലേ, അത് ഞാൻ വേണ്ടെന്ന് വെക്കുന്നില്ല എന്ന് പറഞ്ഞു. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചിരിച്ച് സന്തോഷിക്കുന്നത് ദീപക്കും അമ്പികയും കൂടി കാണുന്നു. ദീപക് അമ്പികയോട് പറഞ്ഞു, കണ്ടില്ലേ അമ്മേ, ആളുകൾ കാണുന്നുള്ള യാതൊരു കൂസൽ പോലും ഇല്ലാതെ രണ്ടും കൂടി കൊഞ്ചു കൊഴിയുന്നത് എന്ന് ചോദിച്ചിട്ടും അമ്പിക പറഞ്ഞു, മണ്ഡപമായി പോയില്ലേ, അല്ലായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് രണ്ട് ചീത്ത പറഞ്ഞേനെ. സാരമില്ല, അവനിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്, അവന് കൊടുക്കുന്ന പണി സ്വീകരിക്കാനായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇവിടേക്ക് വന്നിറങ്ങും എന്ന് സന്തോഷത്തോടെ അംബിക മകനോട് പറഞ്ഞു. അപ്പോഴേക്കും ഓട്ടോയിൽ രാജുവിന്റെ അച്ഛനും അമ്മയും അനുജത്തിയും ചേച്ചിയും എല്ലാം അവിടേക്ക് വന്നിറങ്ങി. അത് കാണാതെ രാജു വേഗം അകത്തേക്ക് പോകുമ്പോൾ ഋതികയും രാജുവും പോയി കഴിയുന്ന സമയത്ത് അംബിക പറഞ്ഞു, നോക്കിക്കോ, അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് അവര് ഇൻവിറ്റേഷൻ കാർഡ് കാണിച്ചാലേ അകത്ത് കയറ്റാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ അവരവിടെ അപമാനിക്കപ്പെടും, നോക്കിക്കോ നീ എന്ന് പറഞ്ഞപ്പോൾ രാജുവിന്റെ അച്ഛൻ അവിടേക്ക് എത്തി. രാജുവിന്റെ അച്ഛൻ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു, അല്ല ഇൻവിറ്റേഷൻ കാർഡ് എവിടെ? അപ്പോഴേക്കും രാജുവിന്റെ അച്ഛൻ പറഞ്ഞു, അതെ ഇൻവിറ്റേഷൻ കാർഡോ, അതിന്റെ ആവശ്യമില്ല, ഞാനേ ഇവിടെ എൻ്റെ മകനാണ് ഇവിടുത്തെ PA, അത് വർമ്മ സാറിന്റെ
PA ആയിട്ട് നിൽക്കുന്ന രാജു അവൻ എൻ്റെ മകനാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻവിറ്റേഷന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട ഉടനെ തന്നെ സെക്യൂരിറ്റി പറഞ്ഞു, എൻ്റെ സാറേ അതൊന്നും പറഞ്ഞ കാര്യമില്ല. ഇവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അതാണ്. ഇവിടെ ഇൻവിറ്റേഷൻ കാണിക്കാത്തവരെ ആരെയും അകത്തേക്ക് കയറ്റില്ല. അപ്പോഴേക്കും രാജുവിന്റെ അച്ഛനെ പിടിച്ചു തള്ളുകയും കൂടി ചെയ്തതോടെ രാജുവിന്റെ അമ്മ പറഞ്ഞു, അതെ ഒരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുമോ? അകത്ത് എന്നൊന്ന് പറയണം. രാജുവിന്റെ അച്ഛനും അമ്മയും കുടുംബവും വന്നിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവരെന്താ പറയുന്നതെന്ന് അറിഞ്ഞിട്ട് നിങ്ങളൊന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. അത്രയും ഉപകാരം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടും ശരി അത് ചെയ്യാം മാഡം എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി അകത്തേക്ക് പോയി. ഇത് കണ്ടതോടെ ദീപക് അംബികയോട് ചോദിച്ചു, അമ്മേ ഇതാകെ പ്രശ്നമാവോ എന്ന് ചോദിച്ചിട്ടും അംബിക പറഞ്ഞു, ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്ന എനിക്കറിയാടാ, നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് വേഗം അംബിക സെക്യൂരിറ്റിമാർ അരികിലേക്ക് ചെല്ലുന്നു.